സുപ്രഭാതം. ഇന്ന് രാമായണ പാരായണത്തിലെ 12ാമത്തെ ദിവസമാണ്. 12ാമത്തെ പേജുകളാണ് ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത്. നമസ്കാരം. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതമാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപതേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമറിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. ജടായു സംഗമം. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു, പത്രി സത്തവനാകും വൃദ്ധനാം ജടായുഷം, എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ. രക്ഷസാം പ്രവരനീ കിടക്കുന്നത് മുനി, പക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ, വില്ലിങ്ങു തന്നിടു നീ ഭീതി ഉണ്ടാകുല, കൊല്ലുവനിവനെ ഞാൻ വൈകാതെ നീ ഇപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നത് കേട്ട് പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ, വന്ധ്യനല്ലഹം തവതാതൻ ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്സിനെന്നറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ, അന്തവ്യ നല്ല ഭവത്ഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായ ശ്ലേഷം ചെയ്തു നൽകിനാനുഗ്രഹം. എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്ത് വസിക്ക നീ, സങ്കടമിനിയൊന്നു കൊണ്ടുപോയി നിനക്കില്ല, ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനത് കഷ്ടം കഷ്ടം, കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ. പഞ്ചവടി പ്രവേശം. എന്നരുൾ ചെയ്തു ചെന്നതു പോക്കിത് പഞ്ചവടി തന്നിലമാറു സീതാലക്ഷ്മണ സമേതനായി, വർണ്ണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി, വർണ്ണപുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവും ഉണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാ നദിക്കുത്തരതീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീ ദേവിയോടും, കദളീവന സാമ്രാജ്യ അഖില ഫലവൃക്ഷാവൃതകാനനേ ജനസമ്പാദ വിനർജിതേ, നീരോജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ, ശ്രീരാമനയൂധയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണനും അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ശാപവാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ, സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാലേ യോധമിതന്നിൽ കുളിച്ചർഖ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി കൊണ്ടിങ്ങനെ വാഴും കാലം
പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണ ഉപദേശം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ, ഭക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ. ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞിൽ ഇവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനത് കേട്ടുര ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരോടാനന്ദമരുൾ ചെയ്തത് വഴിപോലെ. കേട്ടാലുമെങ്കിൽ അതി ഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുക നമ്പോടു എന്റെ ജ്ഞാനം സാധനം ചൊല്ലാമല്ലോ. വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയാത്മ സ്വരൂപത്തെയും ചൊല്ലാമടോ. ന്യായമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാ സംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നും ജഗത്രയെ മായയാകുന്നത് നിർണയമതിനാലേ സംബന്ധഭാഗം സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്ന് രണ്ട് രൂപം മായക്കെന്നറിക നീ സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാതിബ്രഹ്മാന്തമാമവിദ്യരൂപമതും സംഘാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനസ്വരൂപിണിയാകും വിധിയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതു ഭൂതയെന്നറിഞ്ഞാലും മായാ കൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നു രഞ്ജൂഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയിക്കും. നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നുമല്ലല്ലോ. വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായ ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം. ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധമായ വൈഭവം വിചാരിതേ. ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതിയും ഇതെല്ലാം ഓർത്തുകൊണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായത് ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കിൽ നിന്ന് വേറൊന്നും ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കൽ കേവലം പര്യായ ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും ഭേദമേതുമേ ഇല്ല രണ്ടുമൊന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവും ഡംഭം ഹിംസാവക്രത്വം കാമം ക്രോധം മനസ്സേ വിടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യ ക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാമന്യഭാവവും അകലെ കളഞ്ഞനുദിനം. ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾ ഇളക്കം വരാതെ സത്യത്തെ സമാശ്രയിച്ച ആനന്ദ സ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുല വെങ്കലുറച്ച മനസ്സോടും സർവദാ രാമരാമേത്യമിതി ജപത്തോടും പുത്രധാരാർത്ഥാദിനിഷു
നിസ്നേഹതത്വവും ചെയ്തു ശക്തിയും ഒന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യ സ്വഭാവത്തോട് സന്തുഷ്ടനായി വിഭക്ത ശുദ്ധസ്ഥലേ വസിക്കണം. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടു. മേഘാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്ത വാക്യങ്ങൾ അർത്ഥവലോകനം ചെയ്ത് വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. മാനസേ വികൽപ്പങ്ങളേതുമേ ഉണ്ടാവൂല. ആത്മാവാകുന്നതെന്തുണ്ടെന്നോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ പ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പിതുചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തഥാ പത്മാത്മാ ജാനിഹ. ത്വത്പദാർത്ഥവുമായി ജ്ഞാനം കൊണ്ട് എന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ. ഞാനിതെന്നറിവിന് സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവ് ചിദാനന്ദൻ സർവസത്വാന്തർഗതന പരിച്ഛേദ്യനല്ലോ. ഏകനദ്വയൻ പരകനവ്യയൻ ജഗന്മയൻ യോഗേശന ജനഖിലധാരൻ നിരാധാരൻ നിത്യസത്യ ജ്ഞാനാദിലക്ഷ്മണൻ പരമാത്മകൻ വ്യറ്റുപാദികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ട് ഉപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യ ശസ്ത്രൗഘോപദേശേ ശൈക്യജ്ഞാനം ആത്മനോരേവം ജീവപരയോർ മൂലവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചിടുമ്പോഴുള്ളോരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശ്വേറിട്ടിരിപ്പതാത്മാവൊന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപമേ ഉള്ളവണ്ണമേ പറവാനും ഇതറിവാനുമുള്ള നല്ലുണർവുള്ളവരിലെല്ലാരും ജഗത്തിങ്കൽ മത്ഭക്തി ഇല്ലാത്തവർക്ക് എത്രയും ദുർലഭം കേൾ. മത്ഭക്തി കൊണ്ട് തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് പണി. രാത്രിയിൽ നിൻ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി എറിഞ്ഞിടാ വിവിധ വണ്ണമേ. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരും. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവിനൂരം. ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ മത്ഭക്തന്മാരോടുള്ള നിത്യസംഗമവാദം മത്ഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശാധിപതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നേ സാധിച്ചു കൊള്ളുകയും അത. പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നി വിപ്രാണ കൊടുക്കയുമത. മൽക്കഥാ പാഠശ്രവണങ്ങൾ ചെയ്യുകയും മുത മദ്ഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഭക്തിയുക്തന് വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉത്തമായതു നിനക്കെന്നാലേ ധരിക്കണേ. വക്തവ്യമല്ലനുനൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞു ഉപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചിടില്ലെന്നാകിലും വ്യക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധയുക്തനാം മർത്യനിത് നിത്യമായി പാഠം ചെയ്യില ജ്ഞാനമകന്നു. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്ക് നൂനം അസ്തസംസിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ശൂർപ്പണഖ വൃത്താന്തം. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നേടിനോരനന്തരം ഗൗതമേ ധീരേ മഹാകാനനെ പഞ്ചവടി ഭൂതലേ
മനോഹരി സഞ്ചരിച്ചിടുന്നൊരു യാമിനി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ. കാമിനി വിമോഹിനി പങ്കജധ്വജകുലി ശാങ്കുശാങ്കിതാങ്ങളായി പങ്ങിതേടിടും പദപാദങ്ങളത് നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാമയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകം പൂക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുവരം. ജാനകിയോടും കൂടെ വാണിയിടുന്നത് കണ്ട് മീനകേതേന ബാണപീഡിതയാളേറ്റം സുന്ദരവേഷത്തോടു മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോട് മന്ദമായുര ചെയ്താൾ. ആരെടോ ഭവാൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചത് തപോവസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം. നിന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ മകനെ ഞാൻ ആഖ്യാശൂർപ്പണകാമരൂപിണിയല്ലോ. കരദൂഷണ ദൃശിരാക്കളാം ഭ്രാതാക്കന്മാർ ഹരിജനസ്ഥാനേ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞില്ലതും പുനരെന്നോട് പരമാർത്ഥനം ചൊല്ലണം ദയാനിധേ. സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യവൾ ജനകാത്മജ സീത ധന്യേ മത്പ്രാതാവായ ലക്ഷ്മണൻ വെന്നടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരി നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നത് കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി. എന്നോടുകൂടെ പോന്ന് രമിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ. എന്നെ നീ പരിഗ്രഹിച്ചീരണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ട് മാനവവീരനോടവളോര അരുൾ ചെയ്തിടിനാൻ. ഞാനിഹതബോധനവേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകലം. ജാനകിയാകും ഇവൾ എന്നോട് പത്നിയല്ലോ. മാനസീ പാർത്താൽ വെടിഞ്ഞീടരുതെന്നുകൊണ്ടും സാവജ്ഞോദ്ഭവ ദുഃഖം എത്രയും കഷ്ടം താപസേ സഹിപ്പതിനാളല്ല നീയുമടോ. ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ ലക്ഷ്മീ ദേവിക്കു തന്നെയൊക്കും നീ എല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുവേറെ നിർണയം മനോഹരി സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനിടും. മംഗലശീലൻ അനുരൂപൻ എത്രയും നിനക്കങ്ങ് നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നത് കേട്ടം ദൗമിത്രീ സമീപേ പോയി നിന്നവൾ അപേക്ഷിച്ചാൽ ഭർത്താവാകുന്നു തന്നെ ചൊന്നവളോട് ചിരിച്ചവന് മുര ചെയ്താൽ. എന്നുടെ പരമാർത്ഥം എന്നോട് പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ. ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിയിടഖിലേശ്വരനായ രാമൻ തന്നോട് ശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നത് കേട്ടു രാവണ സഹോദരി. പിന്നെയും രഘുകുല നായകനോട് ചെന്നാൾ. എങ്ങനെ നീ പരിഗ്രഹിച്ചിടുക നല്ലോ നിന ഒന്നും കൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാ. മന്നവാഗിരി വനഗ്രാമങ്ങൾ ദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നു ഓരോരോ ഭോഗമെല്ലാം മന്യോന്യം ചെന്ന് ഭുജിക്കയായി വരുമനാരദം. ഇത്തരം അവളുര ചെയ്തത് കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം. അവളുണ്ടെനിക്കിപ്പോൾ ഒരുത്തി വേണം. അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കും നേരം. അപ്പോൾ നിന്നെയും കണ്ടു കിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാൽ ഇനി നിന്നെ ഭരിച്ചുകൊള്ളുവാനില്ല സംശയമേതും. തെരിക്കെന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും
കടുക്കെന്നവനടോ. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചെയ്തസോടും ലക്ഷ്മണാന്തീവേകാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരന് എന്നോടിത്തരം പറഞ്ഞിടുലാ വെറുതെ. നിന്നിലേതുമൊരു കാംക്ഷയെന്നറിയ നീ, മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും. പിന്നെയും അത് കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയാപലതരം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും മതി പ്രേമവും ആലസ്യം പൂണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർവിട്ട ജ്ഞാനശൈലം പോലെ ആയാകാരവും ഘോരദംശ്രയും കൈക്കൊണ്ടപ്പോൾ കമ്പം ഉൾക്കൊണ്ട് സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോട് രാമൻ തടഞ്ഞു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്ന് വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവളലറി മുറയിട്ട നാദത്തെ കൊണ്ട് ലോകമാവുമൊക്കെ മാറ്റുലി കൊണ്ടു നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരുമരുവിയാറുപോലെ ചോരയും ഒലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തന്റെ വരവുണ്ടിനി ഇപ്പോൾ എന്ന് ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാ. കരവധം. രാക്ഷസപ്രവരനായി നഗരൻ മുമ്പിൽ വക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാശുകരൻ. മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതെത്ര ചൊല്ലാരെന്നോടെത്രയും വിരയേറി വീർത്തു വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാർത്തി പൂണ്ടോർത്തു ഭീത്യാ ചൊല്ലിനാൽ അവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരും ഉണ്ടുത്തമ ഗുണവന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമിനിയുണ്ടുകൂടി സീതയെന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താലും അഗ്രജൻ നാമവരജൻ ഖഡ്ഗേന ഛേദിച്ചിതുമൽ മൽക്കുജാദികളെല്ലാം ശൂരനായിടും നീന്നവരെ കൊല ചെയ്തു ചോര നൽകുകതാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്യുക ലിച്ഛ വന്നീടും മമ നിശ്ചയമെന്നറിഞ്ഞാലും എന്നിവ കേട്ടു ഹരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമേറെയുള്ള മനുഷ്യാധവന്മാരെ കൊന്നുമൽ ഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിനാശ്വ14 പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്ന് കാട്ടിക്കൊടുത്തിടുന്നാൽ ഇവരാകൂതം വരുത്തിടും നിനക്കുമടിയാതെ എന്നവളോട് പറഞ്ഞേച്ചാൻ. കരനേറ്റ ഉന്നതന്മാരാം 14 രാക്ഷസന്മാരെയും ശൂലമുദ്ഗരമുസാലാദിശാപേഷു പാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുത്തതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായെടുത്താനാലതു നേരം ബദ്ധവൈരേണ 14 വരുമൊരുമിച്ചു ശാസ്ത്രൗഖം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ. മിത്രഗോത്രാത്ഭുതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗഖം വരുന്നേരം പ്രത്യേകമൊരു ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യാർത്തിജനത്തെയും വധിച്ചാനാരോ നിലാൽ. ശൂർപ്പണകയും അത് കണ്ടു പിടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൾ. എങ്ങു പോയി കളഞ്ഞത് നിന്നയോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 വരും ചൊല്ലി. അങ്ങു ചെന്നേറ്റെന്ന നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതെ വണ്ണം പോയാതെ കോട്ടവർ എന്ന് ശൂർപ്പണകയും ചൊല്ലിനാളത് നേരം കേട്ട് വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാലത് നേരം. പോരിക നിശാചരർ 14,000 പോരിന്നു ദൂഷണമനുജൻ തൃശിരസും കോരനാം ഖരനേവം ചൊന്നത് കേട്ട നേരം ശൂരനാം തൃശിരസും പടയും പുറപ്പെട്ടു വീരനാം ഭൂഷണയും ഖരനും നടങ്കൊണ്ട് ധീരതയോടെ യുദ്ധം ചെയ്വതിനുഴറ്റോടെ
രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ, ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തോ ഒരു ഘോഷമിത്, നമ്മോട് യുദ്ധത്തിനു വരുന്നു രക്ഷോബലം, ഘോരമായിരിപ്പൂര് യുദ്ധമുണ്ടാമിപ്പോൾ, ധീരയോടുമോ അത്ര നീയൊരു കാര്യം വേണം, മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാനൊരുത്തനെ പോലും ഇവരെയൊക്കെ കൊൽവാൻ, മാനസേ നിനക്കു സന്ദേഹമുണ്ടായിടല, മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെ ആണയുമിട്ട് കറ്റവാർ കുഴലി രക്ഷിച്ചു കൊള്ളേണം നീ. ലക്ഷ്മീ ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്ന് ലക്ഷ്മണൻ തൊഴുതുപോയ ഗഹുരമകം പൂക്കാൻ ചാപബാണങ്ങളെയും എടുത്തു പരികര മാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി. നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നത്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ശാസ്ത്രൗഘം പ്രയോഗിച്ചാൽ, വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിരുവേഗോൽ പുരുഷ്കര നേത്രന്മേൽ. തൽക്ഷണം അവയെല്ലാം ഏതു കണ്ടിച്ചു രാമൻ, രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചത് നിശ്ചിതോഗ്രബാണങ്ങൾ തന്ന ലഗ്രേവനെടുത്തോരു രാക്ഷസപ്പടയെല്ലാം. ഉഗ്രനാം സേനാപതി ദൂഷണനത് നേരെ ഉഗ്രസന്നിഭനായ രാമനോടടുത്തിത് തൂകിനാൻ ബാണഗണം ഗണം അവറ്റ രഘുവരൻ വേഗേന ശരങ്ങളാൽ മണിപ്രായമാക്കി 4 ബാണങ്ങളെയ്തു തുരകം 4നെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടി ചാപവും മുറിച്ചു തൽക്കിരുവും കളഞ്ഞപ്പോൾ കോപേനതയിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ വിൽപ്പാടു ശതഭാരായാസ നിർമ്മിതമായ കെൽപ്പെഴും പരികവും ധരിച്ചു വന്നാൻ അവൻ. തദ്ഭാഗു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി, തൽപരിഹത്താൽ പ്രഹരിച്ചത് സീതാപതി. മസ്തകം പിളർന്നുടനുറുതിയിൽ വീണു സമ വർത്തിപത്തനം പ്രവേശിച്ചിതു ദൂഷണൻ വീണ നേരം വീരനാം തൃശിരസ്സും രോഷേണമൊന്നു ശരം കൊണ്ട് രാമനെയ്താൻ. 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ. 3 മെയ്തുടൻ മുറിച്ചിടനാൻ തൃശിരസ്സും 100 ബാണങ്ങളെയ്താൻ. അന്നേരം ദാശരഥി 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ. അവയും മുറിച്ചവനതയുധം ബാണമെയ്താൻ. അവനീ പതിവീരൻ അവയും നുറുക്കിനാൻ. അർത്ഥചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ. അന്നേരം കരനാദിത്യാപതിടും രഥം തന്നിലം മാറുകരയേറി ഞാണുലിയിട്ട് വന്നു രാഘവനോട് ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നേതു മുറിച്ചിടിനാൻ. അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ട് കരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെ നിഷ്ഠൂരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ. മുഷ്ടിദേശേ ബാണമെയ്താശുഖരൻ ചട്ടയും നുറുക്കിനാൻ. ദേഹവും ശരങ്ങൾ കൊണ്ട് ഒട്ടൊഴിയാതെ പിളർന്നിടിനാൻ. അത് നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയോ കഷ്ടം എന്നു രചയിത ജയിപ്പൂതാകരാമൻ ജയിപ്പൂതാകയെന്ന് ഭയത്തോടമരരും താപസന്മാരും ചൊന്ന തൽക്കാലേ കുംഭോദ്ഭവൻ തന്നെ കയ്യിൽ മുന്നം ശക്രനാൽ നിശബ്ദമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം മുഖ്യ വൈഷ്ണവ ചാപം കൈക്കൊണ്ട് നിൽക്കും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞു ഒരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ട് കാണായി വന്നു രാമചന്ദ്രനെ. എപ്പോൾ ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാരകിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്നു ദുരകങ്ങളും തേരും പൊടി ചാതിനായകനടുത്തിയിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാശു ഖരൻ
തെറ്റെന്ന് പഠിച്ചിതു രാഘവനത് ചെയ്തപ്പോൾ പിന്നെയും ഗതയുമായെടുത്തവനാ ശുഖരൻ ഭിന്നമാക്കിനാൻ വിശികങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേര് ഏറി വസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ ഘോരമാമാഗ്നേയാസ്ത്രമേതത് രഘുവരൻ വരുണാസ്ത്രേണം തടുത്തേടിനാൻ ചിതശ്രമം പിന്നെ ഗോപേരവസ്ത്രമേതൈന്ദ്രാസ്ത്രം കൊണ്ട് മന്നവൻ തടുത്തത് കണ്ട് രാക്ഷസവീര്യൻ നേതമസ്ത്രം പ്രയോഗിച്ചത് യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചത് മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗ നായകൻ തടുത്തത് രണ്ട് കണ്ട് രാക്ഷസവീരൻ ഗന്ധർവമയച്ചത് ഗൗഹ്യകമസ്ത്രം കൊണ്ട് ശാന്തമായത് കണ്ടു കരനും കോപത്തോടെ അസുരാവസ്ത്രം പ്രയോഗിച്ചത് കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ട് തടുക്കയാൽ തീഷ്ണമാമൈഷീകാസ്ത്രമേതത് രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശുമനമ്പു തന്നാൽ സാരഥി തന്നെ കൊന്നു ദുരകങ്ങളെ കൊന്നു തേരുമപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ യാതുധനാധിപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിയിടും നേരം ഇന്ദ്രദേവത വസ്ത്രമയച്ചോരളവു ചെയ്തിന്ദ്രാരിതളയറുത്തിയിടിനാൻ ജഗന്നാഥൻ വീണിരുന്നു ലങ്കാനഗരോത്തരദ്വാരേ തല തുണി പൊക്കിതു വന്നു ബാണവും അത് നേരം കണ്ടു രാക്ഷസന്മാരവരുടെ തലയൊന്നു കുണ്ടഭാവേന നിന്ന് സംശയം തുടങ്ങിനാർ കരദൂഷണ തൃശിരാക്കളാം നിശാചര വരവരും 14,000 മരിച്ചത് നാഴിക 3:45 കൊണ്ട് രാഘവൻ തന്നാൽ ഊഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരർ 14,000 ധരിച്ചാലല്ലോ ദിവ്യ വിഗ്രഹം അത് നേരം ജ്ഞാനവും ലഭിച്ചത് രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരവരേ വരും അതു നേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം കൊണ്ട് കൂപ്പി സ്തുതിച്ചാർ പലതരം നമസ്തേ പാദാംബുജം രാമലോകാഭിരാമ സമസ്താപാപഹരം സേവാകഭീഷ്ടപ്രദം സമസ്തേശ്വര ദയാവാരിധേ രഘുപതേ രമിച്ചീടണം ചിത്തം ഭവതി രമാപതേ ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുദ്ഭവകരണ ഉദ്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു മുൽപ്പാടു മഹേശനെ തപസ്സു ചെയ്ത് സന്തോഷിപ്പിച്ചു ഞങ്ങൾ പ്രത്യക്ഷനായ നേരം പേദവിഭ്രമം തീർത്തു സംസാര വൃഷമൂലച്ഛേദന കുഠാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂലം മൂർത്തരുൾ ചെയ്തു പരമേശ്വരൻ അത് നേരം യാമിനീശ്വരന്മാരായി ജനിക്ക് നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമോ രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്ന് മോഷവും തന്നീടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ അത് മൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നീടണ ആനന്ദ സ്വരൂപനാം നിന്തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുനാഥൻ മന്ദഹാസവും പൂണ്ട് സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയ മനപ്രാണഹങ്കാരാദികൾ ഒക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാജകൾ സ്വപ്നാഖ്യാദ്യവസ്ഥാഭേദങ്ങൾക്കും മീതി സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാല്യകുമാരാദികളാകയാമാഭികളാം കാലാതിഭേദങ്ങൾക്കും സാക്ഷിയായി മീതി നിൽക്കാം ബാല്യകുമാരാദികളാകമാപായികളാം കാലാതിഭേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവ് പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവദേശൻ ജഗൽക്കാരണൻ ദാശരഥി
രാഘവൻ 3.25 നാഴിക കൊണ്ട് കൊന്നാൻ. വേഗേന 14 സഹസ്ര രക്ഷോബലം. സൗമിത്രീ സീതാദേവി തന്നോടും കൂടി വന്ന് രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശസ്ത്രൗഘ നികൃത്തമാം ഭർതൃവിഗ്രഹം കണ്ട് മുക്തബാഷ്പോദം വിദേഹാത്മജാമന്ദം മന്ദം തൃക്കൈകൾ കൊണ്ട് തലോടി പൊറുപ്പിച്ചിടിനാളൊക്കവേ പൊണ്ണുമതിൻ വടുവും മാച്ചിടിനാൾ. രക്ഷോവീരന്മാർ വീണു കിടക്കുന്നത് കണ്ട് ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിനാൻ. രാവണൻ തന്റെ വരമുണ്ടിനിപ്പോൾ എന്ന് ദേവദേവൻ അരുൾ ചെയ്തിരുന്നരുളിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ. ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം, യുദ്ധം ചെയ്തതും കരദൂഷണ തൃശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോട് അറിയിച്ചു നീ വരികെന്ന് പാപനാശനരുൾ ചെയ്തയച്ചോരു ശേഷം. സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാനമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താൽ ഇനിക്കാലം വൈകാതെ ഒടുങ്ങിയിടു മമത്യവൈരികളെന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ. പലലാശികളുമായ തട്ടായിവാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും മങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാർ. ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്ന അശുരാമൻ തൃക്കാൽകൾ വെച്ച് തൊഴിലിടിനാൻ ഭക്തിയോടെ. അങ്കുലീയകമെടുത്തംബുജാവിലോചനൻ അങ്കുലീ തന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ കവചവും പ്രാതാവുതനിക്കണിഞ്ഞിടുവാനരുളിനാൻ. അങ്കുലീയകമെടുത്തംബുജ വിലോചനൻ അങ്കുലീ തന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ കവചവും പ്രാതാവുതനിക്കണിഞ്ഞിടുവാനരുളിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ ഹൃദിരമതമാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ. ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതി, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമരമണീയ രമണീയ വിഗ്രഹ നമോസ്തുതി. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമ. ഇതോടുകൂടി രാമായണ പാരായണത്തിലെ 12ാം ദിവസത്തെ ഖണ്ഡികകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.